നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മുൻനിര നായകന്മാരുടെ അമ്മയായി തിരശീലയിലെത്തിയ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് കവിയൂർ പൊന്നമ്മയുടേത്. നാടകരംഗത്ത് നിന്ന് 20-ാം വയസ്സിലാണ് കവിയൂർ പൊന്നമ്മ സിനിമയിലേക്ക് എത്തിയത്. തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള നായകന്മാരുടെ കൂടെ അമ്മയായി അഭിനയിച്ച താരം ഇടക്കാലത്ത് ശാരീരിക അവശതകളെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. രോഗബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില വഷളായിരുന്നു. ഇതേ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഗായികയായി കലാജീവിതം ആരംഭിച്ച് നാടകത്തിലൂടെ അഭിനേത്രിയായി സിനിമയിലെത്തിയ പൊന്നമ്മ സത്യൻ, മധു, പ്രേംനസീർ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മവേഷങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. നെഗറ്റീവ് റോളുകൾ അടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. 1000-ഓളം സിനിമകളിൽ അഭിനയിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അഭിനയത്തിൽ സജീവമല്ല കവിയൂർ പൊന്നമ്മ. അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത നടി വടക്കൻ പറവൂരിലെ കരിമാളൂരിലാണ് വസതിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. അതേസമയം അസുഖങ്ങളെല്ലാം ഭേദമായി കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരികെ എത്തണേ എന്ന പ്രാർത്ഥനയിലായിരുന്നു സഹപ്രവർത്തകരെല്ലാവരും. എന്നാൽ അതിനിടയിലായിരുന്നു ഈ ദുഃഖവാർത്ത അവരെ തേടിയെത്തിയത്. നേരത്തെ ആരോഗ്യനില മോശമായതറിഞ്ഞ് അമേരിക്കയിലുള്ള ഏകമകൾ ബിന്ദു അമ്മയെ കാണാൻ നാട്ടിലെത്തിയിരുന്നു. ഇവർ പിന്നീട് മടങ്ങിയിരുന്നു. നിലവിൽ ഇളയ സഹോദരനും കുടുംബവുമാണ് അവരെ നോക്കാനുണ്ടായിരുന്നത്.